മാങ്ങക്കറി. തൊഴുതേ തമ്മേനെ, തൊഴുതേ. സദ്യ കഴിക്കാൻ മുട്ടണ ചായ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ പ്രാവശ്യത്തെ വിഷു ഉണ്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു? നാട്ടിലാണെങ്കിൽ പടക്കം പൊട്ടിക്കലും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മളിവിടെ UAE ഞങ്ങൾ എന്താ സാധാരണ ഒരു ദിവസമായിരുന്നു. എന്നാലും അത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഈ വിഷുക്കട്ട എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതൊക്കെ ഉണ്ടാക്കും. വേറെ എവിടെയൊക്കെ ഉണ്ടാക്കും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതിന് മാച്ചായിട്ട് മാങ്ങക്കറിയും ഉണ്ടാക്കും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. പായസം വെക്കൽ, ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് അടിപൊളിയായിട്ട് വെക്കും. അപ്പോൾ മാങ്ങക്കറി നമ്മൾ തലേ ദിവസം അരിഞ്ഞ് സെറ്റാക്കി, നമ്മളല്ല ഹസ്ബൻഡ് സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതിന് പിന്നിൽ കൂടെ നടക്കുമായിരുന്നേ. പിന്നെ നമ്മൾ കണി വെച്ചു. കണി ഞാനല്ല, അതും പുള്ളിക്കാരൻ തന്നെ വെച്ചു. എനിക്ക് വയ്ക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ആള് അതൊക്കെ സെറ്റാക്കി. അല്ലെങ്കിൽ ആൾ തന്നെയാണ് വെക്കുക. അതെ, നമ്മളെപ്പോലുള്ള കള്ളികളൊക്കെ വീട്ടിലിരിക്കുമ്പം ഈ കണിക്കൊക്കെ പൈസ വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഡോളറും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് അവിടെ ഇരിക്കണത്. അപ്പം ആൾക്ക് പേടിയാണ്, ഞാനെങ്ങാനും എടുത്തുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കിടന്ന് ഓരോന്ന് പറയുന്നത്. ആ പുള്ളിക്കാരനെ ഇതൊക്കെയായിരുന്നു നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസം ചെയ്തത്. പിന്നെ നമ്മൾ വെളുപ്പിനെ എണീറ്റിട്ട് വിഷു കണി കാണും. പിന്നെ പിറ്റേ ദിവസമായി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വിഷുക്കട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ആളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊന്നും നമ്മൾ വീട്ടിൽ വെക്കില്ല, നമ്മൾ 2 പേരേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അപ്പം നമ്മളത് ഓർഡറാക്കി. പിന്നെ ജാനിക്കുട്ടിക്കാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു സ്കൂളിൽ അവളെ ചേർത്തിയാവുന്നു KG1 ഷാർജയിൽ. അപ്പം അത് ഉച്ച വരുള്ളൂ, 12:30 വരുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി അവിടെ ഇരിക്കുമായിരുന്നു ടോർച്ചർ. ഇതായിരുന്നു രാവിലെ തന്നെ പുള്ളിക്കാരുടെ പരിപാടി. പിന്നെ ഞാൻ വേഗം കുളിച്ച് റെഡിയൊക്കെ ആയി. ജാനിക്കുട്ടീനെ ജസ്റ്റ് ആ ഒരു ഫ്രോക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ മാറ്റി കേട്ടോ. അപ്പോൾ എന്തായാലും വിഷു അല്ലേ, അപ്പോൾ ജസ്റ്റ് അവളെ 2-3 ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. പിന്നെ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ ചെയ്യുന്ന ഓരോ പോസുകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഈ ഫ്രോക്കൊക്കെ നമ്മൾ സമിതി ചേച്ചിയിലെ എൻ്റെ വ്ളോഗിൽ ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ ചേച്ചിയാണ് ജാനിക്കുട്ട മിക്ക ഈ പറഞ്ഞ പോലെ ഓണത്തിനാലും വിഷുവിനാലും ഉള്ള ഫ്രോക്കും ഡ്രസ്സും ഒക്കെ സ്റ്റിച്ച് ചെയ്യണത് ചേച്ചി. പിന്നെ ആ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പപ്പയുടെയും മോളുടെയും ഒരു ഫാഷൻ പരേഡും കൂടി ഉണ്ടായിരുന്നു. 2 പേരും ഡ്രസ്സ് ഇട്ട് വെറുതെ വന്ന് പോകുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയാൻ പാടില്ല. വിഷു സദ്യ ഫ്രം സ്റ്റോർ. ഓ, ഇങ്ങനെയാണല്ലോ ചോറൊക്കെ. ഇത് 2 പേർക്കുള്ളതാ, ഒരാൾക്കുള്ളത്. ഇങ്ങനെ തന്നെ വേറെ ബോക്സ് ഉണ്ട്. ഓ, 2 ബോക്സ് ഇട്ടാ. അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിക്കണത്. അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ സാധാരണ വിഷുവിൻ്റെ ചടങ്ങിൽ വിഷുക്കൈ നീട്ടം അത് ഇതുവരെയായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടി ആവാം എന്ന് വിചാരിച്ചു. നമ്മൾ മൂത്തവർക്ക് താഴെയുള്ളവർക്കല്ല കൊടുക്കുക. അപ്പം പപ്പ ജാനിക്കുട്ടിക്ക് എന്താ കൊടുക്കുമായിരുന്നു കേട്ടോ. സ്വത്ത് ഞാൻ എന്ത് അങ്ങനെ കൊച്ചിൻ്റെ ഞാൻ അടിച്ചു മാറ്റി കേട്ടോ.
പിന്നെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് പോയത് ജാനിക്കുട്ടി യൂണിഫോം നോക്കാനായിരുന്നു. കാരണം അവൾക്ക് നമ്മൾ സ്കൂളിൽ ചേർത്തായിരുന്നേ. നമ്മൾ ഷാർജയിൽ ഹാബിറ്റാറ്റിലാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം അവിടെ അത് കാരണം യൂണിഫോം നമുക്ക് നേരത്തെ വാങ്ങിക്കണമായിരുന്നു. അപ്പം അവിടെ പോയിട്ട് യൂണിഫോമൊക്കെ വാങ്ങിച്ചു. ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് ബിസ്മിൽ പോയി. നമുക്കല്ല, അരുൺ ചേട്ടനൊക്കെയാണ് കുറച്ച് സാധനങ്ങൾ കൂടുതൽ വാങ്ങിച്ചത്. നമ്മൾ ജസ്റ്റ് ഒന്ന് അവരപ്പം പോയതെന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോണത്. ഒരു ഹോൾസെയിൽ ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാം എന്ന് തോന്നുന്നു. പിന്നെ അവിടെ പോയിട്ട് എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്ക് പോയി. നല്ല വെയിലൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞായിരുന്നു ഇറങ്ങിയപ്പം. പിന്നെ ഡയറക്റ്റ് വീട്ടിൽ പോവാം എന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വിഷുവിൻ്റെ ഒരു ചെറിയ വ്ളോഗ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആഘോഷിച്ചു. വേറെ പുറത്തേക്കൊന്നും പോയില്ല അങ്ങനെ വേറെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ബൈ.